ഹസീന വിഷയത്തിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടലില്ല, ബന്ധം തകരാതെ നോക്കുമെന്ന് ബംഗ്ലാദേശ്. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ കൈമാറാനുള്ള ആവശ്യം നിലനിൽക്കെ ഈ വിഷയത്തിൽ ഇന്ത്യയുമായി ഒരു നയതന്ത്ര ഏറ്റുമുട്ടലിന് ബംഗ്ലാദേശ് തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുപ്രധാന ഉഭയകക്ഷി ബന്ധത്തിന് ഹസീന വിഷയം തടസ്സമാകില്ലെന്ന് ബംഗ്ലാദേശിലെ പുതിയ സർക്കാർ ഉറപ്പു നൽകി. കൈമാറ്റത്തിനുള്ള ഔദ്യോഗിക അപേക്ഷ തുടരുമെങ്കിലും ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഇന്ത്യയുമായുള്ള വിശാലമായ ബന്ധം തകരാതെ സൂക്ഷിക്കുമെന്ന് വിദേശകാര്യ ഉപദേഷ്ടാവ് MD തൗഹീദ് ഹുസൈൻ പ്രസ്താവിച്ചു. വ്യാപാരം, സുരക്ഷ, കണക്ടിവിറ്റി, പ്രാദേശിക സ്ഥിരത തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ പ്രധാന പങ്കാളിയായി ഇന്ത്യ തുടരും. അതിനാൽ ന്യൂഡൽഹിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുമ്പോൾ ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ സംയമനത്തിന്റെ പാതയാണ് സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇന്ത്യയുമായി സംഘർഷത്തിനോ കടുത്ത നിലപാടുകൾക്കോ ഇല്ലെന്നും ധാക്ക അറിയിച്ചു. ഹസീനയുടെ കാര്യത്തിലെ സങ്കീർണതകൾ നയതന്ത്ര സമ്മർദ്ദത്തിലൂടെയല്ല, മറിച്ച് ചർച്ചയിലൂടെയും സംഭാഷണത്തിലൂടെയും കൈകാര്യം ചെയ്യുമെന്നും തൗഹീദ് ഹുസൈൻ വ്യക്തമാക്കി. 2024 പുറത്താക്കലിന് ശേഷം ഇന്ത്യയിലുള്ള ഹസീനയ്ക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ നിരവധി കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ കോടതി ഹസീനയുടെ അഭാവത്തിൽ അവർക്ക് വധശിക്ഷയും വിധിച്ചിരുന്നു. അടുത്തിടെ ഉഭയകക്ഷി ഉടമ്പടി പ്രകാരമാണ് ഇവരെ കൈമാറാൻ ഔദ്യോഗികമായി ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടത്. എന്നാൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യം മാറിയത് കാരണം അവിടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന സർക്കാരല്ലല്ലോ. മാത്രമല്ല ഹസീനയുടെ സുരക്ഷാ ആശങ്കകളും ഒക്കെ കാരണം ഈ കൈമാറ്റ ആവശ്യം ഇന്ത്യ നിരസിച്ചു. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ബംഗ്ലാദേശ് സർക്കാർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഹസീനയെ വിട്ടു നൽകാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.